Research aptitude. Research meaning characteristics and types. Research is a systematic, objective, and creative investigation to discover or revise facts. റിസർച്ച് എന്ന് പറഞ്ഞത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റമാറ്റിക് മാത്രമല്ല, ഒബ്ജക്റ്റീവാണ്, അതുപോലെ ക്രിയേറ്റീവ്. ഇൻവെസ്റ്റിഗേഷൻ ടു എസ്റ്റാബ്ലിഷ് ഫാക്ട്സ്, ഫാക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക, എക്സിസ്റ്റിംഗ് പ്രോബ്ലംസിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക, പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, പ്രൂവ് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ഡെവലപ്പ് ന്യൂ തിയറീസ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ കെയർഫുൾ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. അല്ലേ, ഡേറ്റ കൃത്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. കൃത്യം എന്ന് പറയുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ കളക്ടിങ്, അനലൈസിങ്. കിട്ടിയ ഡേറ്റാസ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം ആൻഡ് ഇൻ്റർപ്രറ്റ് ചെയ്യണം. സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റിവിറ്റി, അതായത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്, എസ്പെഷ്യലി പേഴ്സണൽ ബയാസ്. അതായത് സ്വന്തമായിട്ടുള്ള ഒപ്പീനിയനോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇറ്റ് എയിംസ് ഫോർ വാലിഡ് ആൻഡ് റിലയബിൾ ഫൈൻഡിങ്സ്. നമുക്ക് വളരെ വ്യക്തവും എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഫൈൻഡിങ്സ് ആയിരിക്കണം. രണ്ടാമത് റിലയബിലിറ്റി, അതായത് കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്. ആ റിസൾട്ട് എപ്പോഴും ഒരുപോലെ ആയിരിക്കും, അതിന് വ്യത്യാസം വരില്ല. പിന്നെ വാലിഡിറ്റി, അതായത് ഡസ് ഇറ്റ് മെഷർ വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, അത് തന്നെയാണോ, ആ ശരിയായ രീതിയിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാം. പിന്നെ ജനറലൈസബിലിറ്റി, അതായത് ക്യാൻ ഫൈൻഡിങ്സ് ബി അപ്ലൈഡ് ടു എ ലാർജ് പോപ്പുലേഷൻ. ലാർജ് പോപ്പുലേഷനിലേക്ക് നമുക്ക് ഈ ഫൈൻഡിങ്സ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പിന്നെയുമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആണ്, അല്ല, ഇറ്റ് ഫോളോസ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സും സ്റ്റെപ്സും ഉണ്ട്. പിന്നെ ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ, അതായത് ഗൈഡഡ് ബൈ ദ റൂൾസ് ഓഫ് ലോജിക്കൽ റീസണിങ്. ബുദ്ധിപരമായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അതുപോലെ തന്നെ എംപിരിക്കൽ, ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ എവിഡൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റഡും ആകാം. പിന്നെ റെപ്ലിക്കബിൾ മീൻസ് എ പ്രോസസ് ക്യാൻ ബി റിപ്പീറ്റഡ് ടു ഈൽഡ് സിമിലർ റിസൾട്ട്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വാലിഡിറ്റി കീപ്പ് ചെയ്യാൻ പറ്റണം. ഈ പ്രോസസ്സ് എത്ര തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്താലും ഒരേ റിസൾട്ട്സ് ആയിരിക്കണം നമുക്ക് വരുന്നത്. സോ വാലിഡിറ്റി ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ റിലയബിലിറ്റി, കൺസിസ്റ്റൻസി ഉണ്ടാവണം. സോ ഇതിൻ്റെ ഒരു കീ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറയുമ്പോൾ, അതായത് ഫണ്ടമെൻ്റൽ, അതായത് റിസർച്ച് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, നമ്മുടെ അറിവിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഹൗ ഡസ് എ ബ്രെയിൻ പ്രോസസ് ലാംഗ്വേജ്, എങ്ങനെയാണ് ബ്രെയിൻ അത് ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. സോ ഇവിടെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്യുവർ എന്ന് പറയുമ്പോൾ അറിവ് ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് എയിംസ് ടു എക്സ്പാൻഡ് നോളജ് വിത്തൗട്ട് ഒരു ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും അവിടെ ചെയ്യുന്നില്ല. അതായത് നമ്മൾ കണ്ടുപിടിച്ച കാര്യം മറ്റുള്ളവരിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുന്നില്ല, ജസ്റ്റ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂ വൈറസ്. ഒരു വൈറസ് വന്നു, ആ വൈറസിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, അതിനെപ്പറ്റി പഠിക്കുക. സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ പ്യുവർ റിസർച്ച്. പിന്നെയുള്ളത് അപ്ലൈഡ് റിസർച്ചാണ്, അതായത് സോൾവിങ് എ സ്പെസിഫിക് പ്രാക്ടിക്കൽ പ്രോബ്ലം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹൗ ടു ഇംപ്രൂവ് ലിറ്ററസി ഇൻ റൂറൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഇടയിൽ ലിറ്ററസി എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. സോ ഇറ്റ് എയിംസ് ടു സോൾവ്, അത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ടാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. സോ അഗൈൻ, ഇപ്പോൾ ഒരു വൈറസ്, നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഒരു വൈറസിനെ കണ്ടുപിടിച്ചു. ഇനി അപ്ലൈഡ് റിസർച്ചിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെതിരെയുള്ള വൈറസ്, ഡെവലപ്പിംഗ് എ വാക്സിൻ ഫോർ ദാറ്റ് വൈറസ് എന്നുള്ളതായിരിക്കും അപ്ലൈഡ് റിസർച്ചിൽ വരുന്നത്. പിന്നെ അടുത്തത് ആക്ഷൻ റിസർച്ചാണ്. അത് ഇറ്റ് ഈസ് മെയിൻലി കൂടുതലും അത് ക്രൂഷ്യൽ ഫോർ ടീച്ചേഴ്സിനാണ്. അതായത് ഇമ്മീഡിയറ്റ് ക്ലാസ് റൂം പ്രോബ്ലം സോൾവിങ്. ഫോർ എക്സാമ്പിൾ, വൈ ഈസ് മൈ 10th grade ക്ലാസ് ഫെയിലിംഗ് ഓൾജിബ്ര.
ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. സോ അവർ ഓൾജിബ്രയ്ക്ക് എപ്പോഴും ഇങ്ങനെ അവർക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വൈ ഇറ്റ്സ് ഹാപ്പനിങ്, അതിനെന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും? സോ അതിനകത്തൊരു ഇമ്മീഡിയറ്റ് ലോക്കൽ പ്രോബ്ലമാണ് അവിടെ ഉള്ളത്. സോ ആക്ഷൻ റിസർച്ച് ഫോക്കസസ് ഓൺ സോൾവിങ് ആൻ ഇമ്മീഡിയറ്റ് ലോക്കൽ പ്രോബ്ലം. ടിപ്പിക്കലി അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അതായത് ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചു, അപ്പോൾ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കും, എന്നിട്ട് അത് വെച്ച് ആക്ട് ചെയ്തതിന് ശേഷം ഒബ്സർവ് ചെയ്യും, അത് ഓക്കെ ആണോ, അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യും. അതിനുശേഷമാണ് അത് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെയാണ് അതിൻ്റെ റെമഡീസ് എന്നുള്ളതാണ് ആക്ഷൻ റിസർച്ചിൽ വരുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ആണ്. സോ ദ പ്രോസസ് ഈസ് ഓഫൺ ഒരു ഡിസ്ക്രൈബ്ഡ് ആസ് ഒരു സീക്വൻസ് ആയിട്ടാണ് നമ്മളതിനെ പറയുക, വിത്ത് ലോജിക്കൽ സ്റ്റെപ്സ്. സോ ഇതിനെ നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കുന്ന പോലെ തിങ്ക് ചെയ്താൽ മതി. സോ തിങ്ക് ഓഫ് ദിസ് ആസ് എ റെസിപ്പി ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ഇൻ ഓർഡർ. സോ സ്കിപ്പിംഗ് ആ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് മാറിപ്പോയാൽ ആ ഡിഷ് മുഴുവൻ പാളിപ്പോവും. സോ സ്കിപ്പിംഗ് എ സ്റ്റെപ്പ് റൂയിൻസ് എ ഡിഷ്. ഓക്കെ, സോ വി ഡിഫൈൻ ദ പ്രോബ്ലം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വരും. ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അവിടെ നമ്മൾ വിൽ ഡിഫൈൻ ദ ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർലി. സെക്കൻഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ റിവ്യൂ ചെയ്യാണ്. റിവ്യൂവിങ് ദ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയും. സോ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഓൾറെഡി നോൺ. ഇപ്പോൾ വരെ ആ ഒരു പ്രോബ്ലത്തിനുള്ള എന്തൊക്കെ റിസർച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിവ്യൂവിങ് ദ ലിറ്ററേച്ചർ, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഓൾറെഡി നോൺ, ഇതുവരെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. തേർഡ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് ദ ഹൈപ്പോത്തസിസ്. അതായത് മേക്കിംഗ് എ ടെസ്റ്റബിൾ പ്രഡിക്ഷൻ. ഇതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആകും. അതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പോത്തസിസ് എന്നുള്ള ഒരു വാക്ക്. നാലാമത്തത് ഡിസൈനിങ് ദ റിസർച്ച്, അതായത് ചൂസിങ് ദി അപ്രോപ്രിയേറ്റ് മെത്തേഡ്. ആ ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ട് നമ്മൾ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണ് നമ്മൾ ആ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ക്യാൻ ബി എ സർവേ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയിരിക്കാം. അതിനുശേഷം അഞ്ചാമത്തേതാണ് ഗ്യാതറിങ് ഡേറ്റ. നമ്മൾ നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുകയാണ്. സോ ആറാമത്തേത് അനലൈസിങ് ഡേറ്റ, അതായത് പ്രോസസ്സിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഇൻഫർമേഷൻ. അത് ഓഫൺ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. നമ്മൾ ആ ഒരു കിട്ടിയ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റാണ്, സെവൻത്താണ് ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. അതായത് നമ്മുടെ മെത്തേഡ് അനുസരിച്ച് നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കുന്നു, ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ്. അത് നമ്മൾ തീസിസ് ആയിട്ടോ പേപ്പറായിട്ടായിരിക്കും പിന്നീട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. സോ അതാണ് സ്റ്റെപ്സ് ഓഫ് ദ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം, ഐഡൻറ്റിഫൈങ് ദ വാട്ട്, എന്താണ് എന്നുള്ളത്. പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ, അതായത് ചെക്കിംഗ് വാട്ട് അതേഴ്സ് ഹാവ് ഓൾറെഡി നോൺ, അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്. മൂന്നാമത്തേത് ഡെവലപ്പിംഗ് ഹൈപ്പോത്തസിസ്, മേക്കിംഗ് ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ്. ഒരു ഗെസ് നമ്മൾ ചെയ്യുകയാണ്, നമുക്ക് അറിവുണ്ട്, സോ അത് വെച്ചിട്ട് ഇതായിരിക്കാം എന്നുള്ളൊരു ഗെസ്. നാലാമത്തേത് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ, അതായത് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുകയാണ് വിത്ത് സാമ്പിൾ സൈസ് ആൻഡ് ടൂൾസ്. പിന്നീട് അഞ്ചാമത്തേത് കളക്ടിങ് ഡേറ്റ കളക്ഷൻ, ഗ്യാതറിംഗ് ദ എവിഡൻസ്. ആറാമത്തേത് ഡേറ്റ അനാലിസിസ്, ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ് ആണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച്. ആൻഡ് ദ സെവൻത്ത് ഈസ് generalization and interpretation. That means drawing conclusion and writing the report. ഇനി അടുത്ത ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഹൗ യു അപ്രോച്ച് ദ ട്രൂത്ത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഗോൾ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു എയിമുണ്ട്, ഒരു ഗോളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഏത് അപ്രോച്ച് ചൂസ് ചെയ്യണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. സോ അവിടെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ദെർ ആർ സം സ്ട്രാറ്റജീസ് യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് മിക്സ്ഡ് മെത്തേഡ്സ് എന്നുള്ള രീതിയിലുണ്ട്. സോ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഫോക്കസിങ് ഓൺ മെഷറിങ് ആൻഡ് ടെസ്റ്റിംഗ് തിയറീസ് ബൈ എക്സാമിനിങ് ദ റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്.
അതായത് ഇവിടുത്തെ ഡേറ്റ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആയിരിക്കും. നമ്മുടെ കയ്യിൽ കുറച്ച് വേരിയബിൾസ് ഉണ്ടാവും, അത് നമ്പർ ഫോർമാറ്റിലായിരിക്കും. സോ ഈ വേരിയബിൾസ് തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് നമ്മൾ തിയറീസ് ഉപയോഗിച്ച് എക്സാമിൻ ചെയ്യുകയാണ്, മെഷർ ചെയ്യുകയാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റി ഓഫ് ന്യൂമറിക്കൽസ് ആണ് അവിടെ ഉള്ളത്. സോ അവിടുത്തെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഒന്ന് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ മാനിപ്പുലേറ്റിംഗ് വൺ വേരിയബിൾ ടു സീ ദ ഇഫക്റ്റ് ഓൺ അതർ. ഒരു വേരിയബിളിനെ വെച്ചിട്ട് നമ്മളൊരു മറ്റേ വേരിയബിളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സോ വി വിൽ ഗെറ്റ് ദ കോസ് ആൻഡ് ഇഫക്റ്റ്. അതാണ് ഒരു മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. പിന്നെയുള്ളത് സർവേ ഉണ്ട്, പിന്നെ കാഷ്വൽ, കമ്പാരിറ്റീവ്, അതുപോലെ തന്നെ കോറിലേഷണൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് എക്സ്പീരിയൻസസ്, മീനിങ്സ് ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്. അതായത് ഇവിടുത്തെ ഡേറ്റ നോൺ ന്യൂമറിക്കലാണ്. ഇവിടെ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വേർഡ്സും ഇമേജസ് ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എത്നോഗ്രഫി, നമ്മുടെ കൾച്ചറിനെ പറ്റി പഠിക്കുക, കൾച്ചർ സ്റ്റഡി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നറേറ്റീവ് ആയിരിക്കാം, ഫിനോമിനോളജി, എന്തെങ്കിലും ലിവ്ഡ് എക്സ്പീരിയൻസസ്, ഗ്രൗണ്ടഡ് തിയറീസ്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് വരുന്നത്. സോ സ്റ്റഡിങ് ദ പാസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ്. പഴയതിനെ പറ്റി പഠിക്കുക, ഇപ്പോഴത്തെ ആ ഒരു പ്രസൻറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് പറയും ഫോർ ഡിസ്ക്രൈബിങ് വാട്ട് ഇസ് ഓൾറെഡി. സർവേസ്, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ്. പറഞ്ഞ സർവേയിൽ ന്യൂമറിക്കൽസും വരാം. ഓക്കെ, പിന്നെ ഉള്ളത് മിക്സ്ഡ് മെത്തേഡ്സ് ആണ്. അതായത് കമ്പൈനിങ് ബോത്ത്, രണ്ടും വരുന്നതുണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് qualitative approaches ഉള്ള മിക്സ്ഡ് മെത്തേഡ്സ് ഉണ്ട്. സോ ദർ ആർ 3 kinds of strategies: quantitative, qualitative and mixed methods. അപ്പോൾ ഇതിനകത്ത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡും എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, പിന്നെ എക്സ്പോസ്റ്റ് ഫാക്ടോ, അതായത് ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് എന്ന് നമ്മൾ പറയും. അതായത് സ്റ്റഡിങ് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്, ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ദ ഇമ്പാക്റ്റ് ഓഫ് എ ഫ്ലഡ് ഓൺ ദ സ്റ്റുഡൻറ്റ് മെൻ്റൽ ഹെൽത്ത്. ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഇൻസിഡൻറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് റിസർച്ച് എത്തിക്സ്. സോ എത്തിക്സ് കീപ് ദ റിസർച്ചർ ഓണസ്റ്റ് ആൻഡ് ദ പാർട്ടിസിപ്പൻറ്റ്സ് സേഫ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്, ആക്ച്വലി മോറൽ പ്രിൻസിപ്പിൾസ് ആണ്, ദാറ്റ് ഗൈഡ് റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാത്ത് പോലെ, ഒരു നടപ്പാത എന്ന പോലെ, ഇത് ഫോർ ദ വെൽബീയിങ്, ഈ പാർട്ടിസിപ്പൻസിന് നല്ലതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ റിസർച്ച്, ആ ഒരു റിസർച്ചിനൊരു ശക്തമാവുന്ന, ആ ഒരു മഹത്വം കിട്ടുന്നത് ഈ ഒരു റിസർച്ച് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞ പോലെ ഇൻറ്റഗ്രിറ്റി ഉണ്ട്. അതായത് റിപ്പോർട്ടിംഗ് ഡേറ്റ ഓണസ്റ്റ്ലി, നോ ഫഡ്ജിങ് നമ്പേഴ്സ്. അതായത് എന്താണോ കണ്ടുപിടിച്ചത് അതേപടി നമ്മളത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഇൻഫോംഡ് കൺസെൻറ്റ്, അതായത് പാർട്ടിസിപ്പൻറ്റ്സ് മസ്റ്റ് നോ ദാറ്റ് ദേ ആർ ബീയിങ് സ്റ്റഡീഡ് ആൻഡ് എഗ്രി ടു ഇറ്റ്. അതായത് നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നെങ്കിൽ അവരുടെ കൺസെൻറ്റ്, അവരുടെ സമ്മതം ഉണ്ടായിരിക്കണം. കാരണം അവരെക്കുറിച്ചാണ് പഠിക്കുന്നത്. സോ പാർട്ടിസിപ്പൻറ്റ്സ് മസ്റ്റ് വില്ലിംഗ്ലി എഗ്രി ടു ടേക്ക് പാർട്ട് ആഫ്റ്റർ ബീയിങ് ഫുള്ളി ഇൻഫോംഡ് ഓഫ് ദ റിസർച്ച്. ആ റിസർച്ചിനെ കുറിച്ച് അവരെ നല്ലതുപോലെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സമ്മതം കൊണ്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിസർച്ച് ഫോളോ അപ്പ് ചെയ്യാവുള്ളൂ. പിന്നെയുള്ളത് അനോണിമിറ്റി, അതായത് കീപ്പിംഗ് പാർട്ടിസിപ്പൻറ്റ് ഐഡൻറ്റിറ്റി സീക്രട്ട്. ചില കേസിൽ പാർട്ടിസിപ്പൻറ്റ്സ് അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വിടാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. സോ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക. സോ പ്രൊട്ടക്റ്റിംഗ് ദ ഐഡൻറ്റിറ്റി ആൻഡ് ഡേറ്റ ഓഫ് ദ പാർട്ടിസിപ്പൻസുകളാണ്. ചില കേസിൽ അതൊരു റിസർച്ച് അനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെയുള്ളത് പ്ലാജേറിസമാണ്. അതായത് സ്റ്റീലിംഗ് സമൺ എൽസസ് വർക്ക് ഇസ് എ കാർഡിനൽ സൈൻ ഓഫ് റിസർച്ച്. മറ്റൊരാളുടെ ഓൾറെഡി പിടിച്ചു വെച്ചിരിക്കുന്ന റിസർച്ച് സ്വന്തമാണെന്ന് പറഞ്ഞെടുത്ത് കാണിച്ച് ചെയ്യാൻ പാടില്ല. സോ അതാണ് അവിടെ ഒരു ഒബ്ജക്റ്റിവിറ്റിയും ഇൻറ്റഗ്രിറ്റിയും വീണ്ടും വരുന്നത്. സോ അവോയ്ഡിങ് ബയസ്, അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റിംഗ് ഡേറ്റ ഓർ പ്ലാജറൈസിങ്, ഇതൊന്നും പാടില്ല. പിന്നെ ഉള്ളത് നോൺ മാലിഫിസൻസ്, അതായത് ഡു നോ ഹാം ദ പാർട്ടിസിപ്പൻസ്. ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവർക്കൊരു കുഴപ്പവും വരാൻ പാടില്ല. സോ ഇതൊക്കെയാണ് റിസർച്ച് എത്തിക്സിൽ വരുന്നത്. അടുത്തത് academic interactions, the who's who of meetings. So these terms
are often used interchangeably in casual talk, but they have specific meanings in exams. അതായത് പല തരത്തിലുള്ള നമ്മൾ കാഷ്വൽ ടോക്കായിട്ട് പറയുന്ന കുറച്ച് ടേംസ് ആണ്, അക്കാഡമിക് ആയിട്ടുള്ള ടേംസ് ആണ്. സോ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പേപ്പർ എന്നുള്ളത്, പേപ്പർ അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയും. സോ ഇറ്റ്സ് എ റിട്ടൺ ഫോമാറ്റ് ആണ്, ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആണ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക്, എ ഫോർമൽ റിട്ടൺ റിപ്പോർട്ട് ഓൺ എ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ എ ജേർണൽ. ചിലപ്പോൾ അതൊരു ജേർണലിൽ പബ്ലിഷ് ചെയ്യാം കേട്ടോ. ഈ പറയുന്ന ചിലപ്പോൾ പേപ്പർ വർക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒരു റിട്ടൺ ആയിരിക്കാം, ജസ്റ്റ് ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആർട്ടിക്കിളും ആയിരിക്കാം, അതായത് വിച്ച് ഇസ് ഓൾറെഡി അതൊരു പബ്ലിഷ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിലായിരിക്കാം. സോ ഇറ്റ് ഈസ് ഷോർട്ടർ ദാൻ എ ബുക്ക്, ഒരു ബുക്കിനെക്കാട്ടിലും ചെറുതായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ് ഓർ മാഗസീൻസ്. പിന്നെയുള്ളത് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഹാൻഡ്സ് ഓൺ ആണ്, അതായത് എംഫസിസ് ഓൺ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് എഡ്യൂക്കേഷണൽ മീറ്റിംഗ് ആണ്, എംഫസൈസിങ് പ്രാക്ടിക്കൽ സ്കിൽസ് ഓർ ടെക്നിക്സ്. കൂടുതൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ടെക്നിക്സ്. പിന്നെയുള്ളത് സെമിനാറാണ്. ഇത് ഒരു ഡിസ്കഷൻ ഫോമാറ്റിൽ വരുന്നതാണ്. സ്മോൾ ഗ്രൂപ്പ് ഫോക്കസിങ് ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ത്രൂ ഗൈഡഡ് ടോക്ക്. സോ അവിടെ ഒരു ഗൈഡ് ഉണ്ടാവാം, ഒരു സ്മോൾ ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്, ഡിസ്കഷൻസ് ഉണ്ടാകും, സ്പെസിഫിക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാകും. പിന്നെയുള്ളത് കോൺഫറൻസ് ആണ്, അത് കുറച്ചും കൂടെ ലാർജ് സ്കെയിലാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഫോർമൽ മീറ്റിംഗ് ഫോർ കൺസൾട്ടേഷൻ ഓർ എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഫോർമൽ ഇവൻ്റ് ആണ്, വേ റിസർച്ചേഴ്സ് പ്രസൻറ്റ് പേപ്പേഴ്സ് ആൻഡ് നെറ്റ്വർക്ക്. ഇവിടെ ഒരുപാട് റിസർച്ചേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ കണ്ടുപിടുത്തങ്ങളും പേപ്പറും ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് അവരുടെ വ്യൂസ് ആൻഡ് ഡേറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ളത് സിംപോസിയമാണ്. സിംപോസിയം എന്ന് പറയുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ആണ്, മീറ്റിംഗ് വെയർ എക്സ്പേർട്സ് ഗിവ് ഷോർട്ട് പ്രസൻറ്റേഷൻസ് ഓൺ എ ടോപ്പിക്. ഇതും ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്, വേർ എക്സ്പേർട്സ് പ്രസൻറ്റ് ഓൺ ഡിഫറെൻറ്റ്, ഒരു സിംഗിൾ ടോപ്പിക്കിനെ എടുത്ത് തന്നെ അതിൻ്റെ പല ആസ്പെക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു റിസർച്ച് ഡിസെമിനേഷൻ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്: പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ആൻഡ് സിംപോസിയം. ഇനി അടുത്ത ടോപ്പിക്ക് തീസിസ് റൈറ്റിംഗ് ആണ്. തീസിസ് റൈറ്റിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫോർമാറ്റ്. സോ a thesis എന്ന് പറയുന്നത് is a final report of your research. It must be formal, logical and structured. So first of all അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്, ഒരു മെയിൻ ബോഡി ഉണ്ടായിരിക്കും. അതായത് പ്രിലിമിനറി പേജസിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്റ്റ്, ടേബിൾ ഓഫ് കണ്ടൻസ് ആണ്. പിന്നീട് ഇൻട്രൊഡക്ഷനിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. പിന്നീട് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വാട്ട് ഈസ് ഓൾറെഡി നോൺ എന്നുള്ളത് കാണിക്കണം. മെത്തഡോളജിയിൽ ഹൗ യു ഡിഡ് ദ റിസർച്ച്, ആ മെത്തേഡ്സ് എന്താണ് നിങ്ങൾ സ്വീകരിച്ചത്. പിന്നീട് അതിൻ്റെ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ, വാട്ട് യു ഫൗണ്ട് ആൻഡ് വാട്ട് ഇറ്റ് മീൻസ്, എന്തൊക്കെയാണെന്നുള്ളത്. പിന്നീട് അതിൻ്റെ കൺക്ലൂഷൻ ആൻഡ് സമ്മറിയാണ്, ഇത് ഫൈനൽ ടേക്ക് അവേ. പിന്നെ അതിൻ്റെ റെഫറൻസസും ബിബ്ലിയോഗ്രഫിയും ഒക്കെ ഉണ്ടായിരിക്കണം. അതായത് സൈറ്റിംഗ് സോഴ്സസ് ആണ്, ഇപ്പം APA ആണെങ്കിൽ അല്ല MLA ആണെങ്കിൽ അത്. സോ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനാലിറ്റിയാണ്. സോ ഇറ്റ് മസ്റ്റ് പ്രസൻറ്റ് ഒരു ന്യൂ ആർഗ്യുമെൻ്റ് അതിലുണ്ടാവണം, അനാലിസിസ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്കോളർലി, അതായത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് റിഗറസ് മെത്തഡോളജി അതിൽ ഫോം ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫോക്കസ്ഡ്, അല്ലേ, വളരെ ഒരു ഗോൾ പേർപ്പസോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ് അഡ്രസ്സസ് എ ക്ലിയർലി ഡിഫൈൻഡ് റിസർച്ച് ക്വസ്റ്റ്യൻ. സോ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. ഇറ്റ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ്, പ്രോപ്പർ യൂസ് ഓഫ് സൈറ്റേഷൻസ് ആൻഡ് റെഫറൻസ് ഇതിൽ ഉണ്ടാവണം. സോ പ്രിലിമിനറി പേജസിൽ ഓൾറെഡി പറഞ്ഞ പോലെ ടൈറ്റിൽ പേജ്, പിന്നെ സർട്ടിഫിക്കറ്റ് വെക്കാറുണ്ട്, അക്നോളജ്മെൻറ്റ്സ്, അബ്സ്ട്രാക്ട് ഓർ സിനോപ്സിസ് വെക്കും, ടേബിൾ ഓഫ് കോണ്ടൻസ്, പിന്നെ ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ടോപ്പിക്സ് അനുസരിച്ചിരിക്കും. പിന്നീട് മെയിൻ ബോഡിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ വരുന്നത്. ചാപ്റ്റർ 1 ആയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കും, അവിടെ പ്രോബ്ലം, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറയും. ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ചാപ്റ്റർ 3 നമ്മൾ ഈ റിസർച്ച് മെത്തഡോളജി, ഇപ്പം ഡിസൈൻ, സാമ്പിൾ, ടൂൾസ് ഒക്കെ അതിനകത്ത് വരുന്നത്. ചാപ്റ്റർ 4 ഈ പറയുന്ന പോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിട്ടേഷൻ. ആൻഡ് ചാപ്റ്റർ 5 സമ്മറി, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ ആൻഡ് സജഷൻസ്. പിന്നെ റെഫറൻസ് മെറ്റീരിയലും കൊടുക്കും, ബിബ്ലിയോഗ്രഫി, റെഫറൻസസ്, അപ്പൻഡിസസ്. So that's all about research aptitude.